കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് വടകരയിൽ ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ച CPM ഗുണ്ടകൾക്കെതിരെയും BJP ജില്ലാ നേതാക്കളെ തല്ലിപ്പരിക്കേൽപ്പിച്ച പോലീസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വടകരയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. തൃശൂരിന്റെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഇന്നലെ CPMകാരായിട്ടുള്ള ചില ആളുകൾ അതിക്രമിച്ചു കയറുകയും അദ്ദേഹത്തിന്റെ നെയിം ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് വൃത്തികേടാക്കുന്നതുമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് 75,000 ചില്ലാൻ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം തൃശ്ശൂരിലെ വോട്ടർമാർ നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തത്. സുരേഷ് ഗോപിക്ക് നേരെ ബോധപൂർവമായിട്ടുള്ള ചില വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. CPMും കോൺഗ്രസും കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും എങ്ങനെയുണ്ട് ഈ വിജയത്തിന്റെ നിറം കെടുത്താൻ എന്നുള്ള ഗവേഷണത്തിലാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്നുള്ള കള്ളക്കേസ് ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിച്ചത്. ആ കേസ് 8 നിലയിൽ പൊട്ടിപ്പോയി. എന്നിട്ടും കേരളത്തിലെ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും മാധ്യമ പ്രവർത്തകന്മാരും അടങ്ങി നിന്നില്ല. ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി കള്ള വോട്ട് ചേർത്തിട്ടാണ് പോലും തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത്. അത് ഉദാഹരണമായി അവര് കാണിച്ച വോട്ടുകൾ, വിരലിലെണ്ണാവുന്ന ചില വോട്ടുകൾ കാണിച്ചുകൊണ്ടാണ് 75,000 വോട്ടിനെ വെല്ലുവിളിക്കുന്നത്. എടോ, നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം അറിയുന്നവരല്ലേ? ഞങ്ങൾക്ക് ഈ കേരളത്തിൽ ഒറ്റ MLA ഇല്ല, ഞങ്ങൾക്ക് അധികാരമില്ല. ഞങ്ങൾ എന്നിട്ട് 60,000 വോട്ട് കള്ള വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ എന്തിനാണോ CPMകാര് നിങ്ങൾ അപ്പോൾ കൊടിയും പിടിച്ച് നടക്കുന്നത്? ആഭ്യന്തര വകുപ്പ് നിങ്ങളല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടേതല്ലേ? നിങ്ങൾക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് CPMന്റെ നേതാക്കന്മാർക്ക് നല്ലത്, UDFന്റെ നേതാക്കന്മാർക്ക് നല്ലത്. ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണൻ, അഡ്വക്കേറ്റ് ദിലീപ്, ജെകേഷ് മാസ്റ്റർ, PP മുരളി, പ്രസീത P, നിഷ മനീഷ്, പ്രിയങ്ക P, അനൂപ് മാസ്റ്റർ, വ്യാസൻ കുരിയാടി, TP രാജേഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര.